ടണ്ടടാൻ. ഇന്നത്തെ ഐറ്റം ഇതാ ഓമയ്ക്ക അല്ലേ. ആർക്കാണ് ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഇഷ്ടമുള്ള, എല്ലായിടത്തും കിളുക്കുകയും ചെയ്യും. എത്തി വെച്ച് വളമൊന്നും ഇടണ്ട, അല്ലാതെ തന്നെ കിളുത്തോളും. ഇപ്പോൾ മഴ സമയമല്ലേ, ഇഷ്ടംപോലെ കിട്ടും. അതുപോലെ വിഷമില്ലാത്ത സാധനം. ഇതുകൊണ്ട് നല്ലൊരു അടിപൊളി ഒരു ഐറ്റം ഇന്ന് നമുക്ക് ചെയ്യാം അല്ല. വാ സമയം കളയാതെ എങ്ങനെ ചെയ്തെന്ന് നോക്കാം. മഴക്കാലത്ത് ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ നമ്മളൊക്കെ ഒരുപാട് ധാരാളം കഴിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ചെത്തി അങ്ങോട്ട് എടുക്കാം. ഇതിൻ്റെ പകുതി എടുത്താൽ മതി, ബാക്കി നമുക്ക് തോരൻ വെക്കാം. ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിൻ്റെ കുരുവല്ല കളയട്ടെ. കറിയും തോരനൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കാം, നല്ല കറുമുറാന്നൊരു സ്നാക്ക്. സത്യം പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ഉള്ളൂ ഒരുപാട് ഓമയ്ക്കായിരിക്കും മിക്ക ചോറും പൊതിക്കകത്ത് സ്കൂളിൽ പോകുന്ന കുട്ടികളുടെ അല്ലേ. കാര്യം എന്താ വെച്ചാൽ ഓടി ചെന്ന് പറമ്പിൽ ചെന്ന് ഒരെണ്ണം കുത്തിയെടുക്കുക, പെട്ടെന്ന് തന്നെ ഒരു തോരനുണ്ടാക്കി ഒരു ചമ്മന്തി ഉണ്ടാക്കി ചോറ് പാത്രത്തിൻ്റെ അകത്ത് കൊടുത്തു വിടും. നല്ല കറയുണ്ട്, നമുക്കൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കറയെല്ലാം ഒന്ന് കളഞ്ഞ് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. അപ്പം ഇതേപോലെ നല്ലപോലെ വൃത്തിയായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. ഇതേപോലെ തീരെ കനം കുറയല്ല, അത്യാവശ്യം ഇതേ രീതിയിൽ ഇച്ചിരി കനത്തോട് കൂടി വേണം അതായിരുന്നു. ഓമയ്ക്കാണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ. തോരൻ വെക്കാനും തീയൽ വെക്കാനും ഒക്കെ നമ്മൾക്ക് അറിയാം. അപ്പോൾ ഇതും അതുപോലെ തന്നെ മഴ സമയമല്ലേ, എന്തെങ്കിലുമൊക്കെ കറുപുറാന്നൊക്കെ തിന്നണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ കാണുമല്ലോ. അപ്പോൾ അവരെ ഉദ്ദേശിച്ചാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ഈ രീതിക്ക് വേണം അത് അരിഞ്ഞ് വെക്കാനായിട്ട്. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചതിന് ശേഷം നമ്മൾ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി. അപ്പോൾ തിളച്ചിട്ടുണ്ട്. ഇതാണ് വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒരല്പം ഉപ്പുപൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. ഇനി തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. ലേശം കുറച്ച് വെച്ചിട്ട് ഇതങ്ങോട്ട് വാരിയിടാം. ഇങ്ങനെ ഞാനത് ചെറിയ അളവിൽ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. ഒന്ന് ഇളക്കി കൊടുക്കും. ശരിക്കും പറഞ്ഞാൽ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് ഒരു 2 മിനിറ്റ് കൂടുതൽ കിടക്കേണ്ട കാര്യമില്ല. കാര്യം ഒരുപാട് വെന്ത് കുഴയല്ല, ഇതിൻ്റെ ആ പച്ചയുണ്ട് കടി അതൊന്ന് മാറാനായിട്ടാണ്. അപ്പോൾ 2 മിനിറ്റ് മാത്രം അടുപ്പത്തിരുന്നാൽ മതി. ഇത് നല്ലപോലെ തിളയായിട്ടുണ്ട്. ഇതേപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഇനി അത് കോരിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇപ്പോൾ ഏകദേശം ഇത് ഒരു പകുതി വേവായി കാണും. അതിനുശേഷം നമുക്കിനി കോരിയെടുക്കാം. ഈ അടുപ്പ് അങ്ങ് നിർത്താം. ഇത് ചെറുതായിട്ടും തണുക്കട്ടെ. അപ്പം നമുക്കിതിന് കോട്ടിങ്ങിനുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുക്കാം. ഒരു ബൗൾ അങ്ങോട്ട് വെക്കുക. ഈ ബൗളിൻ്റെ അകത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനിയും വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്, കാശ്മീരി മുളക് പൊടി. 1/2 ടീസ്പൂണ് മസാലപ്പൊടിയാണ്, അതിട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ കൂട്ടത്തിലിട്ട് കൊടുക്കുക. ഇപ്പോൾ എരിവിൽ പാകത്തിൽ ചേർക്കാവുന്നതാണ്. 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലെക്സ് ചതച്ചെടുത്താണ്, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ പോരാഴിക ഉണ്ടെങ്കിൽ ബാക്കോട്ട് ചേർക്കണം, കാര്യം ഒരു കോട്ടിങ്ങിന് വേണ്ടിയാണ് കോൺഫ്ലവർ നമ്മൾ ചേർക്കുന്നത്. ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇങ്ങനെ പിച്ചി കീറി നമ്മൾ ഉപ്പിട്ടാണ് ഓമയ്ക്ക റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ ഗ്രേവിക്കുള്ള ഉപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുക ലേശം. ഇനി ഇത് സ്പൂണും കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് വെള്ളം ഒഴിക്കാതെ വേണം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് ഈ ഓമയ്ക്ക ഇതിൻ്റെ അകത്ത് പുരട്ടിയെടുക്കാനായിട്ട്. ഒരല്പം നാരങ്ങ നീരൂടെ അങ്ങോട്ട് ഒഴിക്കും. കൂട്ടത്തിൽ നമുക്കൊരല്പം ഓയിലൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നാരങ്ങ നീരും ഇച്ചിരി ഓയിലും ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടെ ഇളക്കിയെടുക്കും. ഇനി നമുക്ക് ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓമയ്ക്ക ഇതിൻ്റെ അകത്തോട്ടിടാം. ഇനി ഇത്
നമുക്കൊന്ന് പുരട്ടിയെടുക്കാം. കൈ കൊണ്ട് തന്നെ ഒന്നുകൂടി പുരട്ടിയെടുക്കും. അതൊരല്പം വെള്ളമായി ഉണ്ടായിരുന്നു. ഒരല്പസമയം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കും വരും. ഈ ഒരു രീതിക്ക് വേണം അത് പുരട്ടിയെടുക്കാനായിട്ട്. ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മാറ്റി വെക്കണം. കാര്യം ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ്. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പ് എത്തിച്ച ശേഷം ഒരു പാത്രം അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ പാത്രം ചൂടായ ശേഷം നമുക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഓയിലോ വെളിച്ചെണ്ണ നമുക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. കുറച്ച് നിരപ്പം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല തീയിൽ തന്നെ വേണം അത് റെഡിയാക്കി എടുക്കാൻ. ഇത് നല്ലപോലെ ചൂടായ ശേഷം നമുക്ക് ഇതങ്ങോട്ട് പിറക്കിയിടും. ഇങ്ങനെ പിറക്കി ഇടുമ്പോഴത്തേക്ക് അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. എല്ലാം ഇട്ട് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ ഇത് പിറക്കി ഇട്ട് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് അങ്ങ് ഇളക്കല്ല. ഒരല്പസമയം കിടന്നതിന് ശേഷം വേണം, അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് ഇളകി. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അങ്ങോട്ട് കോരിയെടുക്കും. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്കിയൂടെ അങ്ങോട്ട് പിറക്കിയിട്ട് കൊടുക്കാം. ഇത്തിരി കരിയാപ്പലോടെ ഇതിൻ്റെ മേളിലോട്ട് ഇടുകയാണ്. ഏതായാലും വറുത്ത് കോരുന്നത് ഇത്തിരി കരിയാപ്പലയൊക്കെ കിടക്കണം നല്ലത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് തണുത്ത് പോകല്ല, തണുക്കുന്നതിന് മുമ്പ് വേണം കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് വറുത്ത് കോരി ഉടനെ തന്നെ കഴിച്ചോളും കേട്ടോ. ഒരുപാട് സമയം വെച്ചേക്കില്ല, കാരണം തണുത്ത് പോലും. മഴ സമയവും കൂടെ അല്ലേ. കേട്ടോ, നമുക്ക് ഒരെണ്ണം എടുത്തു പോകാം. അത് അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. നല്ല രുചികരമായ ഐറ്റമാണ്. ചായയുടെ കാപ്പിയുടെ ഒക്കെ ഒന്നുമില്ലെങ്കിൽ ഇതൊക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാമെന്നാണ്. നല്ല കാലം മുറാകുന്നുണ്ട്. ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. ഓമയ്ക്കാണ്ട് ഒരുപാട് ഐറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും ഇതേപോലുള്ള എന്തെങ്കിലും വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉണ്ടാക്കി കഴിക്കണമെന്ന് ആഗ്രഹമുള്ളൊക്കെ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കേട്ടോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. വേറൊരു വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.